നമസ്കാരം സാർ. വന്ദേ മാതരം. സാറ് വന്ദേ മാതരം പറയുമ്പം മറുപടിയായിട്ട് ഒരു വന്ദേ മാതരം പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വന്ദേ മാതരം. താങ്ക് യു സാറേ, ഈ ഒരു വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ, തൃശ്ശൂരിൽ നടന്ന വെടിക്കെട്ട് അപകടം, മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഇന്നത്തെ മേജർ ന്യൂസ്. അതെ, ആ ഒരു വലിയ ദുരന്തത്തിൽ ഏതാണ്ട് 14 പേര് മരിച്ചു. വേറൊരു 13 പേര് വളരെ ഗുരുതരാവസ്ഥയിലാണ്. അതിലൊരു 3 പേര് വെന്റിലേറ്ററിലാണ്. 70% പൊള്ളലുണ്ട്. എന്താണ് സാർ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ ഈ സ്വതന്ത്ര കേരളം തൊട്ട് നോക്കുകയാണെങ്കിൽ നിരവധി വെടിക്കെട്ട് അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ തൃശ്ശൂരിൽ സംഭവിച്ചതും ഈ നേരത്തെ നമുക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ പാഠം പഠിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നത്? തൃശ്ശൂരിലെ ഈ അപകടം ഇത്രത്തോളം മാരകമാകാനുള്ള കാരണം എന്താണ് സാർ? പ്രശാന്തെ, നമ്മളെ മലയാളികളെ ഇൽഫേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇൽഫേറ്റഡ്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ഓരോ ജുഡീഷ്യൽ കമ്മീഷനും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഒരു അബബ് ഇത് മിക്കവാറും 2-3 ദിവസത്തേക്ക് ഇതിൻ്റെ ആയുസുള്ള. അതിനു മുമ്പ് അവിടെ ഇറാനും USA അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും തുണി പറിക്കുന്ന ഒരു വിഷയം എന്തെങ്കിലും വരും, എല്ലാവരും അതിൻ്റെ പുറകെ മരിച്ചവർ മരിച്ചു. ഞാൻ ഈ നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നതിൽ ഞാൻ പ്രധാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനി എന്ത് സംഭവിക്കും, പോലീസ് എന്താ ചെയ്യും, അത് ആരുടെ പിഴവാണ്, അതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ 1900 എൻ്റെ ഓർമ്മ ശരിയാണ്, 1952 ശബരിമല വെടിക്കെട്ട് അപകടം തൊട്ട് എബൌട്ട് 10-11 വെടിക്കെട്ട് അപകടങ്ങൾ ഇതുവരെ ഉണ്ടായി. അതിൽ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം 2016 പുറ്റിങ്ങൽ കൊല്ലത്തുള്ള. ഞാൻ അന്ന് സർവീസിലുണ്ട്. എനിക്കൊരുപാട് കഥകൾ അറിയാം. അത് എന്താണ്, എങ്ങനെ ചെന്നു, അത് ഉള്ളി തൊലിക്കുക എന്ന് പറയില്ലേ, ഉള്ളി തൊലിച്ച പോലെ ആയി. ഇപ്പം 2026 10 വർഷം മുമ്പ് നടന്ന 10 വർഷം മുമ്പാണ്. ഒരിടത്തും എത്തിയില്ല. അതൊരു വലിയ കഷ്ടമാണ്. 114 പേരാണ് മരിച്ചത്. അന്ന് ഇവിടെ എന്തോ ഒരു ബഹളമായിരുന്നു. പക്ഷേ ഈ ജുഡീഷ്യൽ കമ്മീഷൻ അത് അന്വേഷിച്ച ഗോപി സാറായിരുന്നു. വളരെ സത്യസന്ധനായ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഗോപിനാഥൻ. ഇവിടെ ലോ സെക്രട്ടറി ഒക്കെ അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം തന്നെ അദ്ദേഹം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അവർക്ക് അന്വേഷിക്കാം, പക്ഷെ പോലീസ് അന്വേഷിക്കുന്ന പോലെ അവർക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അദ്ദേഹം റിട്ടയർഡ് അല്ലേ, ഒരു സിറ്റിംഗ് ജഡ്ജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. എപ്പോഴും ഈ റിട്ടയർ ചെയ്ത ഓഫീസേഴ്സിനെ വിളിച്ചാൽ ഈ സാക്ഷികൾക്കും പ്രതികൾക്കും ഒക്കെ പരമപുച്ഛമാണ് ജുഡീഷ്യൽ കമ്മീഷനോട്. റിട്ടയർ ചെയ്തില്ലേ, ഞങ്ങളെന്തോന്ന് ചെയ്യാം. ഈ സാക്ഷികളും പ്രതികളും ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര അവർക്ക് പവർ വരും. ഈ തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. പക്ഷേ ഇനി പ്രതികൾക്ക് അതിനകത്ത് രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ് വരും, എതിർക്കുന്നവർ വരും, അനുകൂലിക്കുന്നവർ വരും. അപ്പോൾ അവരങ്ങ് പവർഫുള്ളാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷന് ശരിക്ക് സത്യം പറഞ്ഞാൽ നേരമണ്ണം അന്വേഷിക്കാൻ പറ്റുന്നില്ല. റിട്ടയർ ചെയ്ത ജുഡീഷ്യൽ ഓഫീസേഴ്സ് വന്നാൽ ശരിക്കും ഒരു സിറ്റിംഗ് ജഡ്ജാണെങ്കിൽ ഇപ്പം നമ്മുടെ ശബരിമല ചെയ്ത ഹരികൃഷ്ണൻ, ഹരിഹരൻ കമ്മീഷൻ അല്ല, ഹരികൃഷ്ണൻ, നമ്മുടെ ശബരിമലയിലെ ആ ഒരു മനുഷ്യൻ, ആ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ജഡ്ജ് അവിടെ ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ അതേപോലെ സിറ്റിംഗ് ജഡ്ജ് എല്ലാ ജുഡീഷ്യറിയിലും ബ്ലാക്ക് ലെഗ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ലോവർ ജുഡീഷ്യറി കേരളത്തിൽ മറ്റുള്ള സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ലോവർ ജുഡീഷ്യറി ടോപ്പാണ്. ഞങ്ങളുടെ അനുഭവം, എൻ്റെ 38 വർഷത്തെ അനുഭവത്തിൽ നമ്മൾ എത്രമാത്രം മജിസ്ട്രേറ്റുമാരുടെയും ജഡ്ജിമാരുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും മുമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സും മറ്റതും മറിച്ചതും നമ്മുടെ സർവീസ് മൊത്തം അതാണല്ലോ. ഞാൻ നോക്കിയപ്പം നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം,
നമ്മുടെ ലോവർ ജുഡീഷ്യറിയാണ്. ലോവർ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അണ്ണ എവിടെ പോണു? ഞാൻ നമ്മളെ മേജിസ്ട്രേറ്റില്ലേ അങ്ങനെയൊക്കെ ഒരു 2 ലക്ഷം രൂപ കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ SIക്ക് കൊടുക്കാനെന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ പോലീസ് ഓഫീസർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ IAS കൊടുക്കാൻ പോകണമെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും. അത് ക്രെഡിറ്റാണ്. ഈ മേജിസ്ട്രേറ്റിന് പൈസ കൊടുക്കാൻ പോകണമെന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ലോവർ ജുഡീഷ്യറി, ഇന്ത്യയിലെ എല്ലാ ലോവർ ജുഡീഷ്യറി, അപ്പുറത്തെ തമിഴ്നാട്ടിലെ ലോവർ ജുഡീഷ്യറി ശരിയാണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ജുഡീഷ്യറി അത് ചിലപ്പം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ പണ്ടത്തെ സ്റ്റാൻഡ് കാരണം, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു സ്റ്റാൻഡ് കാരണം ലോവർ ജുഡീഷ്യറി അങ്ങ് നന്നായി, അവരുടെ എഫക്റ്റീവ് കൺട്രോൾ ഉണ്ട് എന്നും പറഞ്ഞ് ലോവർ ജുഡീഷ്യറിയിൽ ഒരു 2% ഇവിടെ ടൈൻറ്റഡ് ജഡ്ജസ് ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല, അവർ എൻക്വയറിയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ കുറച്ചുകൂടെ അഴിമതി ഉണ്ട് നമ്മുടെ പാസ്റ്റ് ഹൈക്കോടതി. എന്നാലും ഹൈക്കോടതി ഒരു നമുക്കൊരു 75% ഹൈക്കോടതി ശുദ്ധമാണ് എന്ന് നമുക്ക് പറയാം, കേരള ഹൈക്കോടതി. അപ്പോൾ സിറ്റിംഗ് ജഡ്ജ് ഈ റിട്ടയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് ഞാൻ ജഡ്ജിയാണ്, ഞാൻ അന്വേഷിക്കാൻ പോയാലും എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ റിട്ടയർ ചെയ്തോ ഇല്ലേ എന്നുള്ള. സിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് പദവിക്ക് ഒരു പദവി മാത്രമല്ല, അതിൻ്റെ ലാംഗ്വേജ്, അതിൻ്റെ പൊസിഷൻ മാറുന്നു, അധികാരത്തിന്റെ ഒരു. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളിപ്പം സിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര എല്ലാം റിട്ടയർ ചെയ്ത ജഡ്ജിമാരാണ് അന്വേഷിച്ചത്. എന്നിട്ട് ഇപ്പം ഗോപി സാർ അന്വേഷിച്ച് കൊടുത്തു. ഗോപി സാറിനെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. എന്നിട്ട് എന്താ സംഭവിച്ചു നിങ്ങൾ ആലോചിക്ക്. ഇന്നിപ്പോൾ 2026 10 വർഷം. അന്ന് വലിയ കോൺട്രവേഴ്സി, 114 പേരാണ് മരണപ്പെട്ടത്. ഏതോ ഒരു ചെറിയ അമ്പലം, അവിടെ എന്താ ഇവിടുത്തെ പോലീസ് ചെയ്തത്? അന്നത്തെ പോലീസ്, ഇവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു കൺസേൺഡ് ആയിട്ടുള്ള, അങ്ങനെ തന്നെ പറയും. പിന്നെ ഇവിടെ എന്തോന്ന് അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫും പിന്നെ അവിടുത്തെ അന്നത്തെ കൊല്ലം കമ്മീഷണറും, കൊല്ലം സിറ്റി കമ്മീഷണറും, കൊല്ലം റൂറൽ SP-യും അങ്ങനെ വളരെ ഇൻഎഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇത് സാർ ചാത്തന്നൂർ ACPയുടെ കീഴിലാണ്. അതെ, എനിക്ക് മനസ്സിലായി. പരവൂർ CIയുടെ ചാത്തന്നൂർ. മറ്റേ SP കുറച്ച് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു, റൂറൽ SP. പക്ഷെ അന്ന് ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ. അങ്ങനെ ഡയറക്റ്റ് IPS ഓഫീസറായിരുന്നു. അപ്പോൾ പിന്നെ ഈ കളക്ടർ അവര് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അവര് വളരെ ഓണസ്റ്റാണ്, പക്ഷേ അവരുടെ ഡിസിഷൻസ് എല്ലാം വളരെ കോൺട്രവേഴ്സ്യലായിരുന്നു. അവർ പോയിടത്തെല്ലാം അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതിന് അവസാനം നമ്മളെടുത്തില്ല. അവരെ അബ്സോർബ് ചെയ്യാൻ ഷീ ട്രൈഡ് ഹർ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് അബ്സോർബ്ഡ്, എന്തോ കാരണം പറഞ്ഞിട്ട്. പക്ഷെ നടന്നില്ല. അവർ തിരിച്ചുപോയി. പക്ഷെ അവർ ഇരുന്ന സ്ഥലത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ എന്തോ അഡ്മിനിസ്ട്രേഷന്റെ പാളിച്ച, ആളിന് പാളിച്ച വരുമ്പോഴാണല്ലോ ആ ആളിന് എന്തോ ഒരു പാളിച്ചയുണ്ട്. അങ്ങനെയാണ് ഞാൻ അവരെ വ്യൂ ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അവർക്ക് സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ഷീസ് ഓൾറൈറ്റ്, ഓണസ്റ്റാണ്. അതൊക്കെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ്നെസ് അല്ല, ഇന്റഗ്രിറ്റി ഇല്ല. ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും രണ്ടും രണ്ടാണ്. ഇവർ ഓണസ്റ്റാണ്, അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കുക, ഫൈറ്റ് ചെയ്യുക. പിന്നെ അവിടെ ഇരിക്കുന്നവരെ IPS, അയാൾ ഏത് ബാച്ച്, എൻ്റെ ജൂനിയർ ബാച്ച് അല്ലെങ്കിൽ എൻ്റെ 2 വർഷം സീനിയർ, ഞാൻ എന്തിനാ അയാളെ മൈൻഡ് ചെയ്യണം? ഐ എം കളക്ടർ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉള്ള ഒരു കളക്ടറായിരുന്നു അവർ. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസും കളക്ടറും എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഐക്യത്തോടെ പോയാലേ ആ ഡിസ്ട്രിക്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ശരിയാവുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അത് നന്നായിട്ട് വരണമെങ്കിൽ കളക്ടറുടെ ഒരു സഹകരണം കൂടെ വേണം. അത് പല സ്ഥലത്ത്. പക്ഷെ അത് നല്ല അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നോക്കി പോസ്റ്റ് ചെയ്യും. മിടുക്കരായ IAS, മിടുക്കരായ പിന്നെ ഇങ്ങനെയൊക്കെ ഈ അടിപിടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ
കളക്ടർ കുഴപ്പമാണെങ്കിൽ SP വളരെ സീനിയറായിട്ടുള്ള SP അവിടെ പോസ്റ്റ് ചെയ്ത് അത് പരിഹരിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ നോക്കി. എപ്പോഴും ഈ IAS IPS ഒരു ചെറിയ ടസ്സിലുണ്ട്. എനിവേ അന്ന് പിന്നെ വളരെ സത്യസന്ധ, അപ്രൈറ്റ്, പിന്നെ ഇപ്പം സ്വന്തം ഹസ്ബൻഡിനെതിരായിട്ട് വന്നാലും സ്വന്തം അച്ഛനെതിരായിട്ടൊരു എൻക്വയറി വന്നാലും മുഖം നോക്കാതെ എഴുതി കൊടുക്കുന്ന നമുക്കൊരു IAS ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി ആയിരുന്നോ അത് മാഡം, അതോ ഹോം സെക്രട്ടറി ആയിരുന്നോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവരിത് ഇതിനകത്ത് ഇടപെട്ടു. ഈ പുറ്റിങ്ങൽ കേസ് ഇടപെട്ട് അവർ നല്ല ബ്യൂട്ടിഫുൾ റിപ്പോർട്ട്, ഞാനൊരു പ്രാവശ്യം ഓടിച്ചു വായിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് കൊടുത്ത് ഇവന്മാരെ എല്ലാം പിടിച്ചകത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SP, പിന്നെ DYSP, CI, പിന്നെ ഈ ഇവന്മാർ തമ്മിൽ, ഈ SP കളക്ടറും തമ്മിലുള്ള ഉടക്ക് എല്ലാം അവർ കണ്ടുപിടിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ ആ സാറ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആ ദുരന്തം നമ്മൾ വരുത്തി വെച്ചതുപോലെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. ഇവര് തമ്മിലുള്ള IAS IPS പോര് പിന്നെ അതിന്റെ കൂട്ടത്തില് അതിനകത്തുണ്ടായ ഭരണപരമായ വീഴ്ചകൾ ഈ ദുരന്തത്തിൽ കലാശിച്ചു. ഭരണപരമായ വീഴ്ച എന്നല്ല, they failed, miserably failed in their duties. ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവർ പരാജയം. IAS IPS CI DYSP ഈ പിന്നെ അതായത് ആദ്യം കളക്ടർ അങ്ങനെ ആദ്യം കൊടുത്തിരുന്നു, പിന്നെ വിഡ്രോ ചെയ്തത് ഞങ്ങളെ അറിയിച്ചില്ല, എന്തൊക്കെയോ വാക്ക് തർക്കങ്ങളും. പക്ഷേ കൂനിന്മേൽ കുരു പോലെ. അതാണ് സങ്കടകരമായിപ്പോയത്. ഈ മാഡം ഇങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് എഴുതി ഒരു ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജ് അന്വേഷിക്കും പോലെ അന്വേഷിച്ച് നല്ല ജുഡീഷ്യൽ മൈൻഡുള്ള ഒരു IAS ഓഫീസറായിരുന്നു മാഡം. അപ്പോൾ ആ മാഡം ഇത് അന്വേഷിച്ച് പ്യൂണിറ്റീവായിട്ട് കർശനമായ നടപടി റെക്കമെൻഡ് ചെയ്തു. പക്ഷേ കൂനിന്മേൽ കുരുവല്ല, കഷ്ടകാലത്തിന് അന്നത്തെ ഒരു പോലീസിലെ ഒരു ഉന്നതൻ പിന്നെ ഇതെല്ലാം അട്ടിമറിച്ചു. കാര്യം ഞാൻ ഈ വീണ്ടും പറഞ്ഞ IAS IPS പോലീസ് ഉന്നതൻ നോക്കിയപ്പം ഇത് എന്നെക്കാളും സീനിയറാണ്, 1 വർഷം, അത് 6 മാസം സീനിയറാണ്. എന്നാൽ പിന്നെ അല്ലെങ്കിൽ ജൂനിയറാണ്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ പോലീസ് ഉന്നതൻ പോയിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഈ ഭയങ്കര ഈഗോയാണ് ഈ പോലീസ് ഉന്നതൻ. ഇങ്ങനെ കയറി അങ്ങ് IAS IPS ക്ലാഷ് അങ്ങനെ അവർ കൊടുത്താൽ എന്നാൽ പിന്നെ അവർക്കെതിരായിട്ട് തന്നെ, അതായത് എങ്ങനെയാണ് ഹോം സെക്രട്ടറി വന്ന് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വന്ന് DGP അല്ലെങ്കിൽ ADGP എങ്ങനെ സല്യൂട്ട് ചെയ്യും? അത് നമ്മുടെ പ്രോട്ടോക്കോളിലില്ലല്ലോ. പിന്നെ അവർ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അത് ഗവൺമെൻറ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിൻ്റെ സപ്പോർട്ട് പോലീസിൽ നിന്ന് കിട്ടില്ല. ആ പോലീസ് ഉന്നതൻ അതെല്ലാം അട്ടിമറിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷമായി 59-60 പ്രതികളെ റോഡിൽ കൂടെ പോയതിനെ ഇവനെയൊക്കെ പിടിച്ചു വെച്ചാൽ അമ്പലത്തിലെ ആളുകളെ മാത്രം പ്രതിയാക്കിയിട്ട് എന്താ കാര്യം? പിന്നെ ഒരു കാര്യം ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിക്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം അമ്പല ഭാരവാഹികളെ ഏൽപ്പിക്കാം നമുക്ക്. ഈ അമ്പലങ്ങളിലെ ഈ വഴിപാടും മറ്റേതൊക്കെ എന്തിനാ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്? അപ്പോൾ ഇത് ഞാൻ അന്നത്തെ ആ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് അത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇത് മറ്റേ ആളങ്ങ് ചാടിയെടുത്തു. അപ്പുറത്ത് കൊല്ലം കമ്മീഷണർ. പിന്നെ അവരും പിന്നെ അയാളും ഡിസ്ട്രിക്ട് കളക്ടറും തമ്മിലുള്ള ഇതൊക്കെ നമ്മൾ പബ്ലിക് ലൈബ്രറി പോയി മൊത്തം പത്രങ്ങൾ വായിച്ചാൽ കിട്ടും. ഇതെല്ലാം അവർ തമ്മിലുള്ള ഉടക്കായി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓഫീസേഴ്സിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. 114 പേര് മരിച്ചതൊരു പ്രശ്നമില്ല. അത് എൻ്റെ ഓഫീസേഴ്സ് വളരെ കറക്റ്റാണെന്ന് പറഞ്ഞാൽ ഒരു മർക്കട മുഷ്ടി, ഇങ്ങനെ ഒരു മർക്കട മുഷ്ടിക്കാരനാണ് ആ പോലീസ് ഉന്നതൻ എടുത്തു. അങ്ങേര് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളുമായിരുന്നു. അങ്ങേര് ഈ ഹോം സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയൊക്കെ റിപ്പോർട്ടിനെയും അട്ടിമറിച്ച് ഇവന്മാരെല്ലാം രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ പ്രശാന്ത് പറയൂ, ഇപ്പം ആ പ്രതികളായ ഉദ്യോഗസ്ഥന്മാരോട് നിൽക്കുന്നത് എല്ലാവരും പ്രൊമോഷൻ കിട്ടി. അന്നത്തെ DYSP, SPI, CI, DYSPI, പിന്നെ എല്ലാ SI, CI അതിനകത്ത് റെസ്പോൺസിബിൾ ആണോ എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഓർമ്മയില്ല. CI, DYSP ആൻഡ് SP ചുമ്മാ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ എന്തിനാ അയാൾക്ക് ശമ്പളം കൊടുക്കുന്ന IPS എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ തൽപര കക്ഷികളെല്ലാം ചാടി വീണ്, ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം ഉണ്ട്.
ഇതിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ആ പോലീസ് ഉന്നതം ചെയ്ത കുറ്റമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പോലീസ് ഉന്നതനാണ്, സീനിയർ IPS ഓഫീസറാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഷീൽഡ് 114 പേര് മരിച്ചാണ്, ചുമ്മാ മരിക്കുമോ? അപ്പോൾ ആ കൺസേൺഡ് പോലീസ് ഓഫീസേഴ്സിനെ ശിക്ഷിക്കണ്ടേ? അതിന് പകരം അതിനെ ചക്ക പോലെ കുഴപ്പിച്ച് ഇപ്പോൾ എല്ലാവരും മറന്നുപോയി. പുറ്റിങ്ങില്ല എന്തോന്നടേ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്തായി നമ്മുടെ ആളുകൾ? സാർ, നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നാൽ ഈ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. അന്ന് അവിടെ 114 പേര് മരിച്ചു, ഇവിടെ ഇപ്പോൾ 14 പേര് മരിച്ചു. എണ്ണത്തിൽ കുറവേ ഉള്ളൂ, പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ചു പോവുകയാണ്. ഇതിനൊരു അറുതിയില്ലേ സാർ? ഇതിനൊരു അവസാനമില്ലേ? അത് അവരുടെ ഭാഗ്യം കൊണ്ടാണ് ഇന്നിപ്പോൾ 5 പേരോ 7 പേരോ മരിച്ചത്. അവിടെ വേണമെങ്കിൽ 200 പേരും അതിനുള്ള സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടാണ്. 200 പേരും വേണമെങ്കിൽ മരിക്കുക. അയ്യോ 5 പേരല്ലേ മരിച്ചുള്ളൂ, കുറ്റിങ്ങിൽ 114 മരിച്ചു, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നിർത്തണമെങ്കിൽ നല്ല പൊളിറ്റിക്കൽ വില്ല്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആ ആളുകൾ വന്നാൽ ഇതേപോലെ മർക്കടമുഷ്ടിക്കാരൻ കയറിയ ആളാവില്ല. മർക്കടമുഷ്ടിക്കാരായ പോലീസ് ഓഫീസറും മർക്കടമുഷ്ടിക്കാരായ കളക്ടറും ആളുകൾ മരിച്ചത് പോട്ടെ, അതൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ഞങ്ങൾ ആരാ സീനിയർ ജൂനിയർ, അത് പിന്നെ അവർ പറയുന്നത് തെറ്റാണ്, ഞാൻ IPS ആണ് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയല്ല, ഇത് ഞങ്ങളെ വോട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്ന ഇതിനാണ്, യു സ്റ്റോപ്പ് യുവർ ബ്ലഡി ഫൈറ്റ് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം വേണം. പിന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാം കഷ്ടകാലത്തിന് ഇപ്പോൾ ഗവൺമെൻറ് ഇല്ല, ഗവൺമെൻറ് താൽക്കാലിക ഗവൺമെൻറ് ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയിരിക്കും. അതിപ്പോൾ ഇതിന് അനുകൂലമായി വരുന്നു, ഈ പ്രതികൾക്ക് അനുകൂലമായി വരുന്നു. പക്ഷെ പ്രതികൾ ഇവരാരുമല്ല, നമ്മുടെ സിസ്റ്റം തന്നെയാണ്. ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ക്ഷേത്രത്തിൽ കരിയും കരിമരുന്നും എന്താണെന്ന്. ഞാൻ ഇത് കോട്ട് ചെയ്ത് ശബരിമല ഇരുന്നപ്പം അവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പ്രശാന്തിന് അറിയാമല്ലോ, ആകെ അവിടെ 150 പേര് നിൽക്കാനുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഒരു തടിയൻ ആന അവിടെ നിൽക്കുന്നു. ആദ്യം ഞാൻ എൻ്റെ പോലീസ് സ്ഥലത്ത് പറഞ്ഞ് ആന പന്തമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്, ഭയങ്കര ചൂടല്ലേ, മറ്റേ തീവട്ടി. അപ്പം ആന വരണ്ട, നമ്മൾ എവിടെ ഓടിക്കയറും, നമുക്ക് ഉയരപ്പേടിയില്ല. ആദ്യം ഞാൻ അതാണ് നോക്കി. എന്നിട്ട് ഞാൻ സ്പോട്ട് കണ്ടുപിടിച്ച്, എന്നിട്ട് ഞാൻ അന്നത്തെ പ്രസിഡന്റിനെ തോന്നി, സാർ ഇത് ശരിയല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ഇത് ചെയ്യരുത്, ഇവിടെ ഭയങ്കര അപകടമാണ്, മലയും കീഴുന്ന മറ്റൊരു ആന, അതിൻ്റെ പിന്നിൽ വലിയ കറപ്ഷനായി, അത് വേറെ കാര്യം. പിന്നെ ചിലർ പറയുന്നത് ആന അങ്ങേരുടെ ആയിരുന്നു, ഐ ഡോണ്ട് നോ. ഞാൻ പോകുന്നവരെ ഞാനപ്പോൾ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു വന്ന് ഈ ആനയെ ഇതിനകത്ത് കയറ്റി പോയി, ഇത് ഇവിടെ വലിയ പ്രശ്നമാണ്, ഇവിടെ വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഈ കോൺട്രാക്ടർമാർ, ഈ ഉത്സവപ്പറമ്പിലെല്ലാം ഇതുണ്ട്, ഈ കോൺട്രാക്ടർമാർ തമ്മിൽ പല തർക്കങ്ങൾ, ഉത്സവ കമ്മിറ്റിക്കാർ, അതിലെ ഏതെങ്കിലും ഒരുത്തം വെള്ളം അടിച്ചുകൊണ്ടിരുന്ന ആനയുടെ ബാക്കി ഒന്ന് ഒരു കുത്തു വെച്ച് കൊടുത്താൽ മതി. ഇനി ഇപ്പം അടുത്ത് അത് നമ്മൾ സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഗോഡ് ഫോർബിഡ്. പക്ഷെ അത് പറ്റൂലല്ലോ. ഈ ആനയും കരിമരുന്നും എന്തിനാണ്? അല്ലെങ്കിൽ കരിമരുന്ന് ഇത്ര ഡെസിബലിന് താഴെയുള്ള ഇത് പൊട്ടിക്കാവുന്ന സ്ട്രിക്റ്റായിട്ട് നിയമം ഉണ്ടാക്കണം, നിയമസഭയിൽ നിയമം പാസ്സാക്കണം, അല്ലാതെ ഇത് പറ്റില്ല. ഈ ആനകളെ ഇടയ്ക്ക് ചവിട്ടിക്കൊന്നു, പിന്നെ ആനകളുടെ കാര്യം ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത്ര ആനകളൊന്ന് നിരന്ന് നിൽക്കണം, 50 ആനകൾ 30 ആന. ഇത് ഹിന്ദു ക്ഷേത്രങ്ങൾ വേറെ ഒരിടത്തും ഇല്ലേ? വേറെ സ്റ്റേറ്റിലില്ലേ? ഉണ്ട്. തമിഴ്നാട്ടിലെ ഞാൻ ആനയെ കണ്ടില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇതുപോലെ അട്ടഹാസം ബഹളമൊന്നും ഇല്ല, കരിമരുന്നും ഇത്രയും ബഹളം ഇല്ല. അപ്പൊ ഈ മൈക്കവും ഇല്ല ഇത്രയും ബഹളം. ഈ നമ്മുടെ അമ്പലങ്ങളിൽ മാത്രം എന്തിനാണ് ഇത്? നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമുക്കൊക്കെ എല്ലാം ഭക്തിയുണ്ട്, എന്തിനാണ് ഈ മൈക്ക് അട്ടഹാസവും ആന അട്ടഹാസവും ഈ കരിമരുന്ന് അട്ടഹാസവും? ഇത് നമ്മുടെ ജനങ്ങളുടെ ഇത് വെച്ച് പന്താടുകയല്ലേ, ആളുകൾ മരിക്കും. അപ്പം ഒരു ഡ്രാസ്റ്റിക്കായിട്ട് സ്ട്രിഞ്ചൻറ്റ് മെഷേഴ്സ് നിയമങ്ങൾ നിയമസഭയിൽ പാസ്സാക്കി, അല്ലാതെ ചുമ്മാ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 5 ലക്ഷം കൊടുത്തു, 2 ലക്ഷം കൊടുത്തു, എന്നാൽ അവിടെയൊക്കെ ആശ്വസിപ്പിക്കാൻ പോയി, ജോലി തരാം മക്കൾക്ക്, അതൊന്നും പറഞ്ഞിട്ടല്ല. ഇനി അടുത്ത ഒരു വെടിക്കെട്ട അപകടത്തിൽ 500 പേരായിരിക്കും മരിക്കുന്നത്. 114 അന്ന് പുറ്റിങ്ങിൽ മരിച്ചു. എന്നിട്ട് എന്താ ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പം ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വി ആർ ഇൽ ഫൈറ്റ്, മലയാളീസ് ആർ ഇൽ ഫൈറ്റ്. നമ്മുടെ ഒരു ദുർവിധി, നമ്മുടെ ഒരു ദുർവിധിയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതെല്ലാം മാറ്റിയേ പറ്റുള്ളൂ. അതിനകത്ത് മതവികാരം എന്നൊന്നും പറഞ്ഞ് ആരും ഇടപെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനും ഒരു സ്റ്റാഞ്ച് ഹിന്ദുവും ജപിച്ച് നടക്കുന്ന ഒരാളുമാണ്. ഞാൻ പറയാറില്ല. പക്ഷേ
ഇങ്ങനെയെല്ലാം കരിമരുന്നും മറ്റേ 50 ആനകളെയും എല്ലാം കൂട്ടി ഉത്സവം നടത്തിയാൽ ഒരു ഗുമ്മുള്ളൂ എന്ന് അല്ല സാർ, ഇന്നത്തെ ഒരു അത് സ്റ്റോപ്പ് ചെയ്യണം. ഇന്നത്തെ ഒരു ലോക സാഹചര്യം അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ ഇത്തരം ഒരു ആഘോഷങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അട്ടിമറിയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും രഹസ്യാന്വേഷണ വിഭാഗം അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയായാലും ഇത്തരത്തിൽ ആൾ കൂടുന്ന പൂര ഉത്സവമായാലും ഒക്കെ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിലെ അപകടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനയോ സാധ്യതയോ? നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റും ഞാൻ പഠിച്ച 38 വർഷം പോലീസ് ആണ്. ചത്താലും ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു കാര്യം. പക്ഷേ നമുക്കിപ്പോൾ ആസ് സച്ച് ആ സാഹചര്യമുണ്ട്. പക്ഷെ നമുക്കതിനുള്ള ഒരു തെളിവോ ഒന്നുമില്ല. അത് അന്വേഷിച്ച് കൊണ്ടുവരേണ്ടത്. ഇതിനകത്ത് അട്ടിമറിയുണ്ട്. ഇപ്പൊ രാജസ്ഥാനിൽ ഒരു വലിയ ഒരു 83,000 കോടി രൂപയുടെ റിഫൈനറിയാണ് മെനഞ്ഞാന്നോട്ട് കത്താൻ തുടങ്ങി. അത് അട്ടിമറി തന്നെ ആയിരിക്കാം, അതിനൊരു സംശയമില്ല. പക്ഷെ അത് പറയേണ്ടത് ഞാനോ നിങ്ങളോ അതോറിറ്റിയാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ആണ്. അപ്പൊ അതേപോലെ ദർ ഇസ് എ ചാൻസ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നടക്കുകയാണല്ലോ, കണ്ടംപററി വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ വിഷുവിന് ശേഷം, വിഷുവിന്റെ അന്ന് തൊട്ട് അത്ര ആശാസ്യമായ കാര്യങ്ങളല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ നടക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും പിന്നെ ഇലക്ഷൻ റിസൾട്ട് ചിലർക്ക് പേടിച്ചിട്ട് അങ്ങനെയാണ് അവന്മാരൊക്കെ ജയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു കുഞ്ഞു മേ ബി 1% ഫണ്ടമെന്റലിസ്റ്റ് ആരെങ്കിലും ചെയ്തതായിരിക്കാം. വി ഡോണ്ട് നോ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ജഡ്ജിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസിന് കണ്ടുപിടിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നല്ല മിടുക്കരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. കേരള പോലീസിലുണ്ട് നല്ല മിടുക്കരായ SI, CA, SP, IG എല്ലാം ഉണ്ട്. മിടുക്കരായ ഓഫീസേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം പേര് ആണെന്ന്. അവരെ തന്നെ ഇടണം. ഇതൊരു വലിയ സംഭവമല്ലേ. 7 പേരെ മരിച്ചുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. അല്ലെങ്കിൽ പുറ്റിങ്ങൽ പോലെയാവും ഇത്, അല്ലെങ്കിൽ ശബരിമല പോലെയാവും ഇത്. നമ്മളൊക്കെ ശബരിമല ഇനി ഒരു ദുരന്തം ഉണ്ടാകാത്ത വണ്ണം ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് നിയമസഭയിൽ ആദ്യം അതവിടെ ഒരു സാധാരണ അപകടമാണോ, അതോ ഈ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചത് ആണോ, അതോ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ? അല്ല, അതിനു മുമ്പേ നമ്മുടെ പത്രങ്ങള് മീഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് വേനൽക്കാലമാണ്, 40 ഡിഗ്രി, അപ്പൊ അത് ചൂടായി എന്നൊക്കെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല സാർ. ഈ ഇടയ്ക്കൊന്നു ഞാനന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു വലിയ ഇതുപോലൊരു വെടിക്കെട്ട് അപകടം നടന്നു. 23 പേരാണ് അവിടെ മരിച്ചത്. അതും ഇതുപോലെ പടക്ക നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്, ഒരു കേന്ദ്രത്തിലാണ് ഇത് സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ പുറകിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയും ഈ ദുരന്തത്തിന് കാരണമായ കാര്യങ്ങൾ അതിനി ഉണ്ടാകാത്ത വണ്ണം എന്നേക്കുമായിട്ടൊരു പഴുതടച്ച സുരക്ഷ ഈ കാര്യത്തിൽ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം ലണ്ടനിലൊരു ഭീകരാക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ഉടനെ നമ്മൾ ഓസ്ട്രേലിയയിലാണ്, ലണ്ടനിലാണ്, ഇവിടെയല്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ബോംബെയിലെ മറ്റേ കൂട്ടക്കുരുതി നടത്തിയില്ലേ, അപ്പൊ ചൈനയുടെ അവിടെ ടെററിസ്റ്റ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിലും അവന്മാർ പേടിച്ചില്ല കഴിയണം. വളരെ സ്ട്രോങ് ഗവൺമെൻറ്. ചൈനയിൽ അവർ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് നൂലിൽ ഇറക്കി ആളുകളെ, നമ്മുടെ ഫോഴ്സിനെ ഇറക്കി ഇവരെ ടാക്കിൾ ചെയ്യുന്നത് അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം അതേപോലെ തമിഴ്നാട്ടിൽ 23 പേരും പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു ഉണ്ടായെങ്കിൽ അത് തമിഴന്മാരല്ലേ, നമുക്കെന്താ എന്നുള്ള നിസാരവൽക്കരിക്കാതെ ഇറസ്പോൺസിബിളായി SI ആയിരുന്നാലും SI മാത്രമേ വെച്ചിട്ട് കാര്യമില്ല, രാഷ്ട്രീയമായ ഇതാണ്. അപ്പൊ ഒരു മിനിമം SP എങ്കിലും ആ 23 നിങ്ങൾ പറഞ്ഞ പോലെ 23 പേര് കൊല്ലപ്പെട്ടപ്പം നമുക്ക് തൃശ്ശൂർ പൂരം വരുന്നുണ്ട്, ഇവിടെ പലതും നടക്കും. എന്തെങ്കിലും നടപടി നിങ്ങൾ അത് എല്ലാം SI സസ്പെൻഡ് ചെയ്തു, CS നോ. ഒരു SP സസ്പെൻഡ് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് നടപടികൾ, എനിക്ക് അറിഞ്ഞുകൂടാ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്, ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, നടപടികൾ എടുക്കാത്തതുകൊണ്ട്
ഡെർലക്ഷൻ ഓഫ് ഡ്യൂട്ടി, നിങ്ങളുടെ ഇറസ്പോൺസിബിലിറ്റി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൺസേൺഡ് സീനിയർ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്താൽ ഇത് പിന്നെ എല്ലാവരും ആവശ്യമായ മുൻകരുതലുകൾ ചിന്തിക്കും. അതിന്റെ കൂട്ടത്തിൽ നിയമസഭയില് കർശനമായ നിയമം പാസ്സാക്കണം. പിന്നെ ഹിന്ദുക്കളെ തൊട്ട് കളിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കരുത്. നമ്മളെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഈ ക്രൗഡും ഈ മൈക്ക് അട്ടഹാസവും പിന്നെ കരിമരുന്ന് ആന ഇത് മൂന്നും ഒന്ന് നിർത്തിയാൽ ഹിന്ദുക്കൾ നിയന്ത്രിക്കണം. കുറച്ചുകൂടെ കൾച്ചേർഡ് ആവും, നമ്മൾ സിവിലൈസ്ഡ് ആവും. ഇത് നമ്മുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കിടന്ന് അട്ടഹസിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തണമെന്നാണ് ഈ പ്രശ്നം പറഞ്ഞത്. ഈ ഉത്സവ പറമ്പിലെ ഞാൻ പോയിട്ട് 10-15 വർഷം പേടിച്ചാണ് പോകാത്തത്. എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ ആന തിരിഞ്ഞു വരുമെന്നും ഒന്നും പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഉത്സവ പറമ്പിലേ പോകാറില്ല. പണ്ട് ഒരുപാട് സമയം ഈ ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ പോയി നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല, അവിടെ നിൽക്കാൻ ഒക്കില്ല. ഈ ഞാൻ പറഞ്ഞ 3 ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം കർശനമായി വോട്ടായിട്ട് മാറ്റാതെ, വോട്ടായിട്ടും അതാണല്ലോ നമ്മുടെ കുഴപ്പം. ദുരന്തങ്ങൾ വരാതെ ഒഴിവാക്കാനായിട്ട് എല്ലാവരും കൂടെ എല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ. നമസ്കാരം. അന്തേമാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.